അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 4-ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാം 2-ാം ഭാഗത്തിലെ 9-ാമത്തെ അധ്യായമാണ്. നമുക്ക് പാഠഭാഗത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. അദ്ദർസു താസിഅ അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. ഞാൻ ഈ റമദാനിലെ ഒരു നോമ്പും ഒഴിവാക്കുകയില്ല. റമദാനിൻ്റെ മഹത്വം ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. സിനാൻ ഉമ്മയോട് പറഞ്ഞു. ഉമ്മ, ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാ നോമ്പും പിടിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതൊക്കെയാണ് ഉസ്താദ് പറഞ്ഞ പ്രതിഫലങ്ങൾ? സിനാൻ പറഞ്ഞു, സൽക്കർമ്മങ്ങൾക്ക് 700 ഇരട്ടി പ്രതിഫലം ലഭിക്കും. നോമ്പ് അനുഷ്ഠിച്ചവനെ അന്ത്യനാളിൽ റമദാൻ ശുപാർശ ചെയ്യും. ഒരു നോമ്പ് നോറ്റവനെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അള്ളാഹു അകറ്റും. ഉമ്മ പറഞ്ഞു, ശരി, ഈ പ്രതിഫലങ്ങൾ ലഭിക്കണമെങ്കിൽ ഫർളുകളും സുന്നത്തുകളും പാലിച്ച് നോമ്പനുഷ്ഠിക്കണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. സിനാൻ ചോദിച്ചു, ഏതൊക്കെയാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ? ഉമ്മ പറഞ്ഞു, തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക മുതലായവ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാണ്. സിനാൻ ചോദിച്ചു, ഏതൊക്കെയാണ് നോമ്പിൻ്റെ ഫർളുകൾ? ഉമ്മ പറഞ്ഞു, എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കൽ, ഇവയാണ് നോമ്പിൻ്റെ ഫർളുകൾ. സിനാൻ ചോദിച്ചു, എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉമ്മ പറഞ്ഞു, നവൈത്തു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ റമദാൻ മാസത്തിലെ ഫർളായ അദാ ആയ നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് ഞാൻ നോൽക്കാൻ കരുതി. സിനാൻ ചോദിച്ചു, ഏതൊക്കെയാണ് നോമ്പിൻ്റെ സുന്നത്തുകൾ? ഉമ്മ പറഞ്ഞു, അനാവശ്യ സംസാരങ്ങളും കളികളും ഒഴിവാക്കൽ, ഖുർആൻ പാരായണം, ദിക്ർ, ദാനധർമ്മം എന്നിവ വർദ്ധിപ്പിക്കൽ, എഴുത്തിക്കാഫ് നിർവഹിക്കൽ, പകൽ സമയത്ത് സുഗന്ധം ഒഴിവാക്കൽ, ദുർവികാരങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും മാറി നിൽക്കൽ, അത്താഴം കഴിക്കൽ, സമയമായാൽ ഉടനെ നോമ്പ് തുറക്കൽ, ഈത്തപ്പഴം, വെള്ളം എന്നിവ ഉപയോഗിച്ച് നോമ്പ് തുറക്കൽ, നോമ്പ് തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലൽ തുടങ്ങിയവ സുന്നത്തുകളിൽ ചിലതാണ്. ഈ അദബുകളെല്ലാം ഞാൻ പാലിക്കും. സിനാൻ പറഞ്ഞു. സൂമൂ തത്തഖൂ, നോമ്പെടുക്കുക, ഭക്തരാവുക. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. 1. നസ്ൽ, ചേരുംപടി ചേർക്കാനാണ്. 2 ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം അലിഫ്. റമദാനിലെ സൽക്കർമ്മങ്ങൾക്ക് ഒരു സൽക്കർമ്മത്തിന് 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും. അടുത്തത്, റമദാനിൽ നോമ്പ് നോറ്റവനെ റമദാൻ ശുപാർശ ചെയ്യും. അന്ത്യനാളിൽ റമദാൻ മാസം നോമ്പനുഷ്ഠിച്ചവന് വേണ്ടി ശുപാർശ ചെയ്യും. അടുത്തത്, ഒരു ദിവസത്തെ നോമ്പ് നോറ്റവൻ നരകത്തിൽ നിന്ന് 70 വർഷം അകലെയാകും. ഇനി നമുക്ക് 1-ാമത്തെ വർക്കിലെ 2-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. നോമ്പിൻ്റെ ഫർള്. എല്ലാ ദിവസവും നിയ്യത്ത് ചെയ്യൽ നോമ്പിൻ്റെ ഫർളാണ്. നോമ്പിൻ്റെ സുന്നത്ത്. ദിക്ർ വർദ്ധിപ്പിക്കൽ നോമ്പിൻ്റെ സുന്നത്താണ്. നോമ്പ് മുറിയുന്ന കാര്യം. ഉണ്ടാക്കി ഛർദ്ദിക്കുക. ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയുന്നതാണ്.
ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. 1. നോമ്പിൻ്റെ ഫർദുകൾ ഏതെല്ലാം? ഉത്തരം: എല്ലാ ദിവസവും രാത്രി നിയ്യത്ത് ചെയ്യുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. 2. നോമ്പ് മുറിയുന്ന 2 കാര്യങ്ങൾ എഴുതുക. ഉത്തരം: തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് പ്രവേശിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക. 3. റമദാൻ നോമ്പിന് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? ഉത്തരം: നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർദി റമദാനി ഹാദിഹി സനതി ലില്ലാഹി തആല. 4. നോമ്പ് തുറന്ന ഉടനെ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു ദഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 3. തഖ്സീസ്. 1. റമദാനിലെ വിശേഷങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധമെഴുതുക. ഉത്തരം: അത്താഴം കഴിക്കുന്നു, തഹജ്ജുദ് നിസ്കാര ശേഷം റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു, പള്ളിയിൽ പോയി ജമാഅത്തായി സുബ്ഹ് നിസ്കരിക്കുന്നു, ശേഷം അല്പം ഖുർആൻ പാരായണം, ളുഹ നിസ്കാര ശേഷം വീട്ടിൽ വന്ന് അല്പം വിശ്രമം, ളുഹറും അസ്റും പള്ളിയിൽ പോയി ജമാഅത്തായുള്ള നിസ്കാരം, നോമ്പ് തുറക്കാൻ ആവശ്യമായ വിഭവങ്ങളുമായി വീട്ടിലേക്ക് മടക്കം, നോമ്പ് തുറക്ക് ശേഷം വീണ്ടും പള്ളിയിൽ പോയി മഗ്രിബ്, ഇശാ, തറാവീഹ്, വിത്ർ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നു. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 4. നക്തുബു. എഴുതാനാണ്. പ്രതിഫലം, ശിപാർശ, നിബന്ധന, ദാനധർമ്മം, മഹത്വം, എഴുത്തിക്കാഫ്, സൗമു റമദാന, ഇൻഷാ അല്ലാഹ്, അസ്സൗമുലി, ഈത്തപ്പഴം, ഖിറാഅത്തുൽ ഖുർആൻ. ഇവയെല്ലാം പകർത്തി എഴുതി നമുക്ക് ഓർത്തുവെക്കാം.